കേരളത്തിൽ ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന കേസ് പ്രതി റിയാസ് അബൂബക്കറിനെ 10 വർഷം കഠിന തടവ് കൊച്ചി NIA കോടതിയുടേതാണ് വിധി. തടവിന് പുറമെ 1,25,000 രൂപ പിഴയും വിധിച്ചു. എസ് രാഗിനുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. രാഗിൻ, വിധിയുടെ പൂർണ്ണരൂപം എന്താണ്? പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് കോടതി നൽകിയിരിക്കുകയാണ്. 10 വർഷത്തെ കഠിന തടവിനാണ് കൊച്ചി NIA കോടതി ശിക്ഷിച്ചിരിക്കുന്നത് റിയാസ് അബൂബക്കറിനെ. അതോടൊപ്പം തന്നെ ഓരോ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റവും അല്ലെങ്കിൽ ശിക്ഷയും കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന് സെക്ഷൻ UAPA സെക്ഷൻ 38, അതായത് ഭീകര സംഘടനയിൽ അംഗത്വം എടുക്കുക, അതിന് 10 വർഷം ശിക്ഷയും 50,000 രൂപ പിഴയും വിധിച്ചു. ഇതോടൊപ്പം തന്നെ UAPA സെക്ഷൻ 39, അതായത് ഭീകര സംഘടനയ്ക്ക്, തീവ്രവാദ സംഘടനയ്ക്ക് സഹായം ചെയ്യുക, ഇതിനും 10 വർഷം കഠിന തടവിന് വിധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ 50,000 രൂപ പിഴയും ചുമത്തി. 120B ഗൂഢാലോചന, അതിന് 5 വർഷം ശിക്ഷയാണ് നൽകിയിട്ടുള്ളത്. 25,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഈ ശിക്ഷ കൺകറന്റായി, അതായത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതായത് 10 വർഷത്തെ കഠിന തടവിനാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണിത്. നേരത്തെ കാസർഗോഡ് നിന്ന് 15 പേർ അവിടെ നിന്ന് പോയി ISൽ ചേർന്നതുമായി ബന്ധപ്പെട്ട് NIA രജിസ്റ്റർ ചെയ്തു കേസ്. അതിനുശേഷം നടത്തിയ തുടരന്വേഷണത്തിൽ 2 പേരെ പിടികൂടിയിരുന്നു. യാസ്മിനും നിഷിദുൽ ഹംസഫറും. അവരെ കോടതി ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഒരു ചാവേർ ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന് NIA കണ്ടെത്തുന്നത്. പ്രധാനമായും ഗൂഢാലോചന നടന്നിരുന്നത് കൊച്ചിയിലായിരുന്നു. പുതുവത്സര ആഘോഷങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗൂഢാലോചന അല്ലെങ്കിൽ ചാവേർ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി. ഇതിലാണ് NIA കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രത്യേക കുറ്റപത്രം നൽകുകയും ചെയ്തിരുന്നത്. ഇതിൽ 3 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ പിന്നീട് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.